ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു തല്ലുവള്ളി. അപ്പം നമ്മൾ ഇന്ന് ഒരു വ്ലോഗ് പോവാണ് കേട്ടോ. എന്ത് വ്ലോഗാണ്? നമ്മളിന്നൊരു വെക്കേഷൻ ആയാലും മൂവിക്ക് പോകാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ കാണുന്ന മൂവിയുടെ പേരെന്താ? കിഷ്കിന്ത കാണ്ഡം. അതിനാണ് നമ്മൾ പോകുന്നത്. ആസിഫ് അലിയുടെ മൂവിയാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നാള് മാത്രമല്ല കേട്ടോ, മേമയുണ്ട്, പപ്പയുണ്ട്, പിന്നെ അബിയുണ്ട്, അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ അടുത്തുള്ള തിയേറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോണ വഴിക്ക് നോക്കാം കേട്ടോ. ഓക്കെ ബൈ, നെക്സ്റ്റ് കാണാം. സമയം 5:47 6:10 ഷോ. 6 മണി 6:00 ഷോ. മേമയുടെ കട എവിടെയാ? നേരെയാ? $2,500 ദിവസം നമ്മളുണ്ട്. ഒരു ദിവസം 2000. ഏറ്റവും കൂടുതലാണോ? ഏറ്റവും കൂടുതലല്ല, അവർക്ക് 10,000 ശമ്പളം മാസം. അത് പ്രാണനല്ലേ വെറുതെ കിട്ടുമ്പോ അതൊക്കെ എന്റെ ഇപ്പുറത്തോട് പറഞ്ഞ ആൾക്കാർ തെപ്പേർക്ക് പോകണവരൊക്കെയല്ലേ. ബ്ലോക്കിൽ അവിടെ നിന്ന് കുറച്ചു നേരം ഫസ്റ്റ് മാറ്റിന് കിട്ടുണ്ടാവൂല. പിന്നെ തിരക്കുന്ന വണ്ടികള് ലോഡാവില്ല. മാറ്റിന് എപ്പോഴാ? 3 മണി കൊണ്ടല്ലേ? അതാ മാറ്റി. അപ്പൊ സെക്കൻഡ് ഷോ 9 മണി. അപ്പൊ 6 മണി 9 മണി എന്നിട്ടാ? അത് ഫസ്റ്റ് ഞങ്ങളുടെ കണക്കില് മാറ്റിന് ആദ്യം 2 ഇതുള്ളോ മോർണിംഗ് ഷോ. അത് തൃശ്ശൂർ മാത്രം. ഇവിടെ മാറ്റിന് ഫസ്റ്റ് സെക്കൻഡ്. അപ്പൊ നൈറ്റ് 9 മണി തൊട്ട് 12 മണി വരെ നൂൺ ഷോ തൃശ്ശൂർ. നൂൺ ഷോ മുന്നോട്ട് ആദ്യം രാഗത്തില് 10 മണി തൊട്ട് 9 മണി തൊട്ട് 12 മണി വരെ. അത് മോർണിംഗ് ഷോ. നൂൺ ഷോ 1 മണി തൊട്ട് 3 മണി വരെ. മാറ്റിനി 3 തൊട്ട് 6. ഫസ്റ്റ് 6 തൊട്ട് 9, സെക്കൻഡ് 9 തൊട്ട് 12 ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ മാറ്റി മാറി. ആദ്യത്തെ ഷോ എപ്പോഴും 9 മണിക്കാ? കാലത്ത് ശനി ഞായർ മാത്രം. അല്ലാണ്ട് വെക്കാൻ പാടില്ല. പാടില്ല, ആളുണ്ടാവില്ല കാണാൻ. പണിക്ക് പോണ കാശില്ല. നിങ്ങൾ ശനി ഞായറല്ലാണ്ട് നിങ്ങളൊക്കെ ജനിച്ചപ്പോ നീയൊക്കെ ജനിക്കാനുള്ള മുമ്പുള്ള ഞങ്ങളുടെ ചെറുപ്പത്തിലെ കാര്യം പറഞ്ഞു. നീയൊക്കെ ജനിക്കാനുള്ള മുമ്പ് ജനിക്കുന്ന മുമ്പൊക്കെ എല്ലായി. ഇപ്പൊ പിന്നെ TV വന്ന് തിയേറ്ററൊക്കെ പൊളിഞ്ഞപ്പോഴാ തിയേറ്ററൊക്കെ പൊളിഞ്ഞ് കല്യാണ മണ്ഡപമാക്കിയില്ലേ. അപ്പൊ
അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ചെറുപ്പത്തില് ഞങ്ങള് ചെറുപ്പത്തില് നിങ്ങളുടെ പ്രായമുള്ള സമയത്ത് ഞങ്ങൾ ഈ സമയത്തൊക്കെ 11 മണിയാകുമ്പോഴേക്കും സിനിമയ്ക്ക് വഴി നിൽക്കാൻ പോണം. 11 മണി രാവിലെ 3 മണി ടിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിന്നിട്ട് മടങ്ങി പോരും. അന്ന സിനിമ കാണുന്ന ആൾക്കാര് പണ്ടത്തെ നല്ല കാശില്ല, 1 രൂപ അടയ്ക്കല്ലാണ്ട് പിള്ളേർ പഠിക്കാൻ പോലും പണ്ടത്തെ കാലമല്ല. അങ്ങനെ നമ്മളിതാ തിയേറ്ററിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ തിരുവനന്തപുരത്താണ് തിയേറ്റർ ഉള്ളത്. ഇത് അത്യാവശ്യം 2 പടങ്ങാണ്ട് ഒരുമിച്ച് ഓടുന്ന വലിയ തിയേറ്ററാണ് കേട്ടോ. അങ്ങനത്തെ ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ കാണാൻ പോകുന്നത് കിഷ്കിന്ധാകാന്ഡത്തിനാണ്. ഒരു മിസ്റ്റീരിയസ് പടം പോലെയാണ് ട്രെയിലറിൽ കണ്ടു കഴിഞ്ഞാൽ. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞങ്ങളെത്തിയത് ഇത്തിരി നേരത്തെയായിരുന്നു. ഇന്ന് ബ്ലോക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് 5:45 ഇറങ്ങി. പക്ഷേ ഒരു 15 മിനിറ്റത്തെ ദൂരമേ ഉള്ളൂ. 6:30 ഷോ. പക്ഷെ ഞങ്ങൾ 6 മണി 6:05 ആയപ്പോഴേക്കും എത്തി. പിന്നെ കുറച്ച് അവിടെ എവിടെയും ചുറ്റിത്തിരിഞ്ഞ് നിന്നു, അല്ലാണ്ട് നേരം പോയില്ലല്ലോ. അപ്പം അങ്ങനെ അപ്പോൾ അതേ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. ബുക്ക് ചെയ്ത് പോയ കാരണമാണ് നമുക്ക് ബുക്ക് ചെയ്തിട്ടും സീറ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ ബുക്ക് മൈ ഷോയിൽ ഇങ്ങനെ നോക്കുമ്പോൾ സീറ്റൊക്കെ ഭയങ്കര കമ്മിയായിരുന്നു. ഒറ്റ റോലഞ്ഞ് ഇരിക്കാൻ, ഒറ്റ സെറ്റിലഞ്ഞ് ഇരിക്കാനുള്ള സീറ്റൊക്കെ കുറവായിരുന്നു. അപ്പോൾ 5 പേര് ഒറ്റ സെറ്റായിട്ടും ഒരാൾ എക്സ്ട്രാ വേറൊരു ഇതിലാണ് കേട്ടോ വരുന്നത്. അത് കാരണം നമുക്ക് ഒറ്റ ഇതിലഞ്ഞ് സീറ്റ് കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ ഫസ്റ്റ് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ എല്ലാവരും ഏകദേശം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മാത്രമല്ല നേരത്തെ എത്തിയത്. കാരണം അത്ര ഇതില്ല. കാരണം ഞങ്ങൾ കയറി ചെല്ലുമ്പോഴെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സീറ്റ് ഉണ്ടാവില്ലേ, വെയിറ്റിംഗ് സീറ്റ് എന്നൊക്കെ പറയാം. അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു, ഇരിക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ തിയേറ്റർ എത്തിയിരിക്കുകയാണ് ഗൈസ്. ആ ചേട്ടൻ സൂപ്പറായി പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്തിരിക്കണം. തിയേറ്ററിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തുമ്പോഴേക്കും ആൾക്കാരൊക്കെ സീറ്റ് ഫുള്ളായിരുന്നു കേട്ടോ ഏകദേശം. അതാ പറഞ്ഞത്, നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. കൊരങ്ങൻ്റെ കൂടെ എന്തത് കൊരങ്ങന്നല്ല അർത്ഥം. കിഷ്കിന്ദ എങ്ങനെയാണ് അതല്ലേ? ആണോ? എനിക്കറിയില്ല. അല്ലേ? ആണോ? എന്താ സംഭവം? എന്താ കഥ? പറ കഥ എന്താണ്? എന്താണ് കഥ? മഹാഭാരതത്തിൽ ഒരു ഭാഗമാണെന്നാണ് ഉമ്മി പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല. പിന്നെ ഞാൻ ആരോ പറഞ്ഞേ. കൊണ്ട് കഥകൾ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ.
അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോ എടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് സമയമായി അകത്ത് കയറാൻ പോവാണ്ട്. അപ്പോൾ എന്തായാലും മൂവി തുടങ്ങാറായി. നമ്മളെല്ലാവരും ഒന്നിച്ചങ്ങനെ കയറുകയാണ്. നല്ല ഇൻറ്റീരിയറാണ് കേട്ടോ തിയേറ്ററിന്, എനിക്ക് ഇഷ്ടമായി. അങ്ങനെ നമ്മളിതാ തിയേറ്ററിൻ്റെ അകത്ത് ഒന്നിച്ച് കയറുകയാണ് കേട്ടോ. ഇനി ഫുള്ള് നിങ്ങൾ എൻ്റെ ശബ്ദം മാത്രം കേൾക്കേണ്ടി വരും, കാരണം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാറുണ്ടോ. ഞാൻ മാത്രമേ ഇനി ശബ്ദം ഉണ്ടാക്കുകയുള്ളൂ, ബാക്കി എല്ലാ സൗണ്ടും മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഒന്നുമില്ല, തിയേറ്ററിൽ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിരിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്കതിടാൻ പറ്റില്ലല്ലോ. ഇതാണ് കേട്ടോ നമുക്ക് ഏറ്റവും അറ്റത്തെ സീറ്റാട്ടോ കിട്ടിയത്. നമ്മളെല്ലാവരും ഇരുന്നു, ഒരാൾ മാത്രം മറ്റേ സൈഡിൽ കണ്ടോ അറ്റത്ത്, അവൻ മാത്രം അങ്ങോട്ട് നീങ്ങിയിരിക്കേണ്ട വന്നു. അതാണ് പറഞ്ഞത്, ഒന്നിച്ച് കിട്ടിയില്ല. പിന്നെ ഞാനിരിക്കണതിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു കേട്ടോ എക്സിറ്റ് ഡോറ്. അതെങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ മൂവിയൊക്കെ കണ്ട് വന്നിരുന്ന് ലാസ്റ്റ് കഴിയാറാവുമ്പോൾ ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ആ ചേട്ടൻ വന്ന്, ആ സെക്യൂരിറ്റി ഗാർഡ് വന്ന് അവിടെ എക്സിറ്റ് നിന്ന് ഓണാക്കിയ വാതിലിൻ്റെ അവിടെ പോയി നിന്നു. അപ്പം ഞങ്ങളാണ് ആദ്യമായിട്ട് സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അതെനിക്ക് വലിയൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മൾ സിനിമ തുടങ്ങിയിട്ടില്ല, നമ്മൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മൾ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, ഫോൺ ഞോണ്ടിക്കൊണ്ടിരിക്കുക, അതൊക്കെയായിരുന്നു. തോണ്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ പരിപാടിയൊക്കെ ആയിരുന്നു. അതെ, ഞാൻ ഈ അറ്റത്ത് സ്ഥലം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ, താഴേക്കൊക്കെ നിറച്ച ആൾക്കാർ. ഞാൻ നോക്കിയപ്പോൾ ഫസ്റ്റ് റോ വരെ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും ബുക്കിംഗ് വഴി വരുന്ന കാരണേ ടിക്കറ്റ് എടുക്കണവർക്ക് ബുദ്ധിമുട്ടാവേണ്ടി തോന്നുന്നുണ്ട്, അതായിരിക്കാം. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ സൂപ്പറായിട്ടോ. അത്ര വലിയ ഇതൊന്നും പറയാൻ പറ്റുന്നില്ല, എന്നാലും രാഗം അത്ര വലുപ്പമില്ല, എന്നാലും വലിയ തിയേറ്ററാണ് കേട്ടോ. പിന്നെ 2 സ്ക്രീൻ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ശിവദം സിനിമാസ് എന്ന് പറഞ്ഞ തിയേറ്ററിലേക്കാണ് നമ്മൾ പോയത്. ഇവിടെ അടുത്തുള്ള തിയേറ്ററാണ് കേട്ടോ. അപ്പോൾ ഓണം കാലമായ കാരണം നല്ല തിരക്കും ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ 6:30 ഷോയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം കുറേ പരസ്യമൊക്കെ കാണിക്കാൻ തുടങ്ങിയത് ആൾക്കാർ. ഇതാണ് ഒരു തിയേറ്ററിൻ്റെ ഒരു ചുറ്റിയെടുത്ത വിഷയം എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് കേട്ടത്. അപ്പോൾ മൂവിയുടെ വെയിറ്റിംഗ് ആണ്. എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ സിനിമ ഇനി തുടങ്ങാൻ പോവാണ്. നമ്മുടെ ആസിഫ് അലിയാണ് കേട്ടോ നായകൻ, പിന്നെ അപർണ ബാലമുരളിയാണ് നായിക. നല്ലൊരു പടമാണ്, ഫസ്റ്റ് സീനാണ് കേട്ടോ. എന്നാലും ഇത് നമ്മൾ സ്പീഡിൽ ഓടിച്ച് കാണിക്കും. പിന്നെ പണ്ടത്തെ പോലെ ഇപ്പോൾ മറ്റേ ക്യാൻസർ ആ സാധനം പണ്ടത്തെ അത്രയില്ല, എന്നാലും ഇപ്പോഴും ചെറിയൊരു പോർഷൻ തിയേറ്ററിൽ കാണിക്കുന്നുണ്ട്. പണ്ട് കാണിച്ചത്ര മാരകമായിട്ട് ഇപ്പോൾ കാണിക്കില്ല, അത് കുറച്ച് സമാധാനം കേട്ടോ. പക്ഷെ അതില്ല, അത് അവർ ഇൻ്റർവെല്ലിന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇൻ്റർവെല്ലായപ്പോൾ നമ്മൾ കയറി വന്നെടുത്ത് കഴിഞ്ഞാൽ ഒരു അക്വേറിയൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി ചെറിയൊരു കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ അത്തപ്പൂക്കളമല്ല ഓണപ്പൂക്കളം കണ്ടു. ഓണം കഴിഞ്ഞെങ്കിൽ അതൊക്കെയല്ലേ ഒരു വൈബ്. പിന്നെ നമ്മുടെ ഇൻ്റർവെല്ല് കഴിഞ്ഞു, നമ്മുടെ മൂവി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വന്നിരുന്നു കേട്ടോ. കുറച്ച് നേരം പരസ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മൂവി തുടങ്ങുകയാണ്. മനസ്സിലായേ? പൈസ പോയാ അല്ല എങ്കിലും എന്റെ അളിയാ മീശ കത്തിയതും തമാശെങ്കിലും ഉണ്ട്. ഒറ്റ നല്ല പടം ഓണായിട്ടുണ്ടായില്ലേ, നല്ല നമുക്ക് തമാശനുള്ള പടം, ഒരു വെറൈറ്റി അല്ലേ. എന്നിട്ടുണ്ടാവുന്നത് നമുക്ക് മനസ്സിലാവാത്ത പോലെ എല്ലാരും വിചാരിച്ചത് മറ്റേ അച്ചാച്ചൻ കൊന്നൂന്നല്ലേ. അവസാനം വരെ ഒന്നും മനസ്സിലാവണില്ല. പടം ഇറങ്ങി കഴിഞ്ഞ മനസ്സിലായ, പടം കഴിഞ്ഞപ്പോഴെങ്കിൽ മനസ്സിലായ. ആദ്യം ചാടി ഇറങ്ങി പോയില്ലോ, എന്തുട്ടാ ഇറങ്ങി ഏറ്റവും അവസാനാവും. അത് പടം നന്നായില്ല, ഇനി ഏറ്റവും അവസാനം ഇറങ്ങണ്ടായിട്ട് ആദ്യത്തെ വഴിയിൽ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന വാതിലിന്റെ തൊട്ടന്നെ ഇരിക്കുന്നു. പിന്നെ ഇറങ്ങാണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാം എല്ലാവട്ടും. എന്താ എന്റെ പടം എന്തുണ്ടായി കണ്ടോണ്ടിരിക്കൂ. അവനെ വെടിവെച്ചു അമ്മയാ അങ്ങോട്ട് പിടിച്ചപ്പോ ഓക്കിനെ പിടിച്ചു. അമ്മയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പറ്റി. കണ്ണല്ല ബുള്ളറ്റ്, ഫുള്ള് കണ്ണാണ്. അപ്പൊ അമ്മ എന്ത് ചോദിച്ചാൽ അമ്മ തോടിയും കഴിച്ചു. അമ്മ മരിച്ചില്ല, എന്നിട്ട് മരിച്ചില്ല. മരിച്ചു, അപ്പ മരിച്ചില്ലേ, പക്ഷെ പിന്നെ മരിച്ചു. അമ്മ മരിച്ചു, ക്യാൻസർ ഇല്ല അമ്മയ്ക്ക്. അച്ചാച്ചപ്പ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഉണ്ടായത്. പക്ഷെ ആൾക്ക്
പിന്നെ ഓർമ്മയില്ലാണ്ടാവണേ മൈൻഡ് മാറാതെ ഓർമ്മയില്ല. 16 ജോലി സ്ഥലത്തൊന്നും ഓർമ്മയില്ല. ചില സമയങ്ങളിൽ ഓർമ്മയില്ലാത്തുള്ള ആൾക്ക് ചില സമയത്ത് ഓർമ്മയുണ്ട്, ചില മറക്കുക. ഭയങ്കര അഭിനയം ഉണ്ടാവേണ്ടി ആസിഫിന്റെ നടിയും അടിപൊളിയായി അപർണയല്ലേ? അപർണ അപ്പൊ അഭിനയം നല്ല അഭിനയം. ദേശീയ തലത്തിൽ മികച്ച നടി, ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടി കഴിഞ്ഞ കൊല്ലം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെയാ അഭിനയം അതിന്റെ കണ്ട ഒരു ഒറിജിനാലിറ്റി കണ്ട എന്റെ അഭിനയിക്കുക തോന്നില്ല. ആസിഫ് അലി തകർത്ത ആദ്യത്തെ സീനൊന്നുമില്ല, രണ്ടാമത്തെ സീനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ മുഖത്തെ പാടങ്ങനെ ചെറുനാരങ്ങ മേടിക്കുന്ന വേണ്ടല്ലേ പൂച്ചോടെ അവിടെ ഉണ്ടാവില്ല, ഇറങ്ങി മേടിക്കാനൊക്കെ പറഞ്ഞ ഇക്കട അവിടെ നിന്ന് 3 ആംപ്ലേറ്റ് മേടിക്കാം, 6 ആംപ്ലേറ്റ്. ഇറച്ചിയുണ്ട്. പിന്നെ നിങ്ങളുടെ ഇക്കട ആംപ്ലേറ്റ് മേടിച്ചിട്ട് വേണ്ട. എല്ലാവർക്കും സിനിമേനെ പറ്റി പല പല അഭിപ്രായങ്ങളാണ് കേട്ടോ. എന്തായാലും കഥ ഒരു വെറൈറ്റി ആയിരുന്നു, അതുപോലെ അഭിനയിച്ച ആൾക്കാരുടെ അഭിനയവും അടിപൊളിയായിരുന്നു കേട്ടോ. അപർണയൊക്കെ വളരെ നന്നായിട്ട്, അപർണ ബാലമുരളിയൊക്കെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ആസിഫ് അലിയുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ എല്ലാം ഭയങ്കര രസമുള്ള ഒരു ഇതായിരുന്നു, കണ്ടിരിക്കാൻ തോന്നും. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജോണറായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പോയതിൽ എനിക്ക് മാത്രമാണ് ഈ ജോണർ ശരിക്കും ഇഷ്ടപ്പെട്ടുള്ളൂ. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തിയിട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ട് ബിരിയാണി ആയിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, പോർക്ക് കറി ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഡിന്നർ കഴിച്ചു. അപ്പോൾ നമ്മൾ പടത്തിനെ പറ്റിയ അഭിപ്രായങ്ങളൊന്നും വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു മാത്രമല്ല, അവരെ നമുക്ക് പിന്നെ പിടിക്കാം. ഉണ്ണി, എന്താ അഭിപ്രായം? സിനിമ എല്ലാം മനസ്സിലായോ? കഥയൊക്കെ മനസ്സിലായി, ആക്ടിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. സിനിമ കണ്ടിരിക്കാം. വീണ്ടും കാണാനുള്ളതൊക്കെ ഉണ്ടാ? വീണ്ടും കാണാനുണ്ടെന്ന് തോന്നിയില്ല. എല്ലാവരുടെയും കാര്യം അറിയില്ല, എനിക്ക് വീണ്ടും കാണാനൊന്നും തോന്നിയില്ല. കുഴപ്പമില്ല, കണ്ടിരിക്കെ നന്നായിട്ടുണ്ട്. ലാഗ് ഉണ്ടോ? എന്ന് പറഞ്ഞ ലാസ്റ്റ് എത്തണ്ടായി കഥകൾ എന്താ പറയാ. അവസാനം വരെ ത്രില്ലിംഗ് ആയിരുന്നു അല്ലേ? എനിക്ക് കുഞ്ഞുമോളുടെ അഭിപ്രായം തന്നെ അങ്ങനെ തന്നെ കുഴപ്പമില്ല പടം. എന്താ പടത്തിന്റെ പേര്? കിഷ്കിന്ധകാന്തം. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല പടാ, പോയി കാണാം. ലാഗ് ഉണ്ടാ? ചെറുതായിട്ട്. കഥയൊക്കെ മനസ്സിലായോ? ഏറെക്കുറെ. ശരിപ്പ ഗുഡ് നൈറ്റ്. പണി ചെയ്തിട്ട് വന്ന് കിടക്കാണ്. അപ്പം എല്ലാരും അഭിപ്രായം കേട്ടില്ലേ? മേമയുടെ ആണെന്ന് ശരിക്കും കേൾക്കേണ്ടത് മേമയ്ക്ക് മതി. മേമയുടെ പെട്ടുണ്ട്, അതേരെ നമ്മൾ സെപ്പറേറ്റ് എടുക്കേണ്ട കാര്യമില്ല. വേറൊരു സംഭവം, മഹാഭാരത കഥയെന്നൊക്കെ ചിലവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിത് കണ്ടൊന്നുമില്ല. കിഷ്കിന്ധാകാന്ഡ മഹാഭാരതത്തിന്റെ ഒരു ചെറിയ അധ്യായത്തിന്റെ പേരാണ്. അപ്പൊ അതാണ് ഇവരുടെ സിനിമയ്ക്ക് ഇട്ടേണേ. ഉണ്ണി ട്രെയിലറൊന്നും കാണാതെ അത് നിങ്ങൾ കണ്ടുപിടിച്ച് കാണണം. ഉണ്ണി ട്രെയിലറൊന്നും കണ്ടിട്ടില്ല, ഞാൻ പോസ്റ്ററിലും കണ്ടിട്ടുണ്ട്. കിഷ്കിന്ധാകാന്ഡെന്നൊക്കെ പേര് കണ്ടപ്പോ അങ്ങനെ പിന്നെ ഒരു കൊറിയന്റെയും കൂടെ അതായിരിക്കും. പക്ഷെ അതായിട്ട് ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമല്ല. കൂടി ആ കാട് ആ ഒരു തീം കാരണമായിരിക്കും ആ പേരിട്ടത്. പക്ഷെ എൻ്റെ അഭിപ്രായം ചോദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത് എനിക്ക് ആസിഫ് അലിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ നല്ലൊരു ജോണറാണ്, എൻ്റെ ഇഷ്ടമുള്ള ജോണറാണ് ത്രില്ലിങ്. ലാസ്റ്റ് വരെ നിങ്ങൾ ത്രില്ലടിപ്പിക്കുക. ആരാണ് മെയിൻ വില്ലെന്ന് നിങ്ങൾക്ക് അപ്പോഴും കത്തില്ല. നല്ലൊരു പടമാണ്. അധികം എനിക്ക് അത്ര ലാഗ് തോന്നില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പടം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളപ്പോൾ ഈ വെക്കേഷൻ എങ്ങോട്ടൊക്കെയാണ് പോയതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഒരു അനദർ വീഡിയോ വരേക്കും. ബൈ ഗൈസ്.